നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു തെർമോകോൾ ഷീറ്റ് ചെറുത്. ഓക്കെ, തെർമോകോൾ ഷീറ്റ് വേണമെന്നില്ല, ചെറിയ പ്ലെയിൻ ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ആയാലും മതി. ഓക്കെ, വെള്ളം കടന്നു പോകാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസും അതിൽ കുറച്ച് വെള്ളവും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ തെർമോകോൾ ഷീറ്റ് കൊണ്ട് ഈ ഗ്ലാസും വെള്ളവും ബാലൻസ് ചെയ്ത് നിർത്താൻ പോവാം. ഓക്കെ, ഒരു പശയുടെ ഒന്നിൻ്റെയും ഹെൽപ്പ് ഇല്ലാതെ. നോക്കുക, നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇതാ ഈ തെർമോകോൾ ഇവിടെ വെക്കുക. ശേഷം ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്യാം. ഓക്കെ, ഫ്ലിപ്പ് ചെയ്യുക, എന്നിട്ട് ചെറിയൊരു പ്രസ് കൊടുത്തോ, സോ ദാറ്റ് എന്ത് ചെയ്യില്ല, ഇവിടെ എയർ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഞാനിവിടെ എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡ് എടുക്കാൻ പോവാണേ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഓൾമോസ്റ്റ് 250 ഗ്രാം വെള്ളം, അല്ലെങ്കിൽ ഇത് ഒരു 1/4 ലിറ്ററെങ്കിലും ഉണ്ടാവും അല്ലേ, 250 ഗ്രാം വെള്ളം, അത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് ഈ 20-30 ഗ്രാം ചെറിയ വെയിറ്റ് ഉള്ള തെർമോകോളാണ്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സോ സപ്പോർട്ടോ താഴ്ന്ന് കൊടുത്തിട്ടില്ല. കാരണം എന്താ, അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. നമ്മളിത് ഈ തെർമോകോൾ അല്ല ശരിക്കും ഇതിനെ ബാലൻസ് ചെയ്യുന്നത്, പക്ഷേ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഞാനിവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നത് പോലെ താഴേന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോഴ്സ് ആൻഡ് പ്രഷർ എന്നുള്ള ചാപ്റ്ററിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ള ഒരു ടോപ്പിക്ക് പഠിക്കും. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ എത്രയെന്ന് പറയുന്നത് നിങ്ങൾക്ക് 10⁵ പാസ്കൽ ആണ്. പാസ്കൽ പ്രഷറിൻ്റെ യൂണിറ്റാണ്. എന്ന് വെച്ചാൽ 10⁵ Nm/m² ആണ്. ഓക്കെ, ഇത് നമ്പേഴ്സാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മീറ്റർ നീളം 1 മീറ്റർ വീതിയുള്ള ഒരു കാർഡ്ബോർഡോ ഒരു പലകയോ സങ്കല്പിക്കാം. അതിൽ നമ്മളൊരു 10,000 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റ് അട്ടിക്കിട്ടിട്ട്, അങ്ങനെയാണെങ്കിൽ ആ പലകൻ്റെ മേലെ എത്രത്തോളം ഫോഴ്സ് ഉണ്ടാവും ആലോചിക്കാം. അത്രത്തോളം ഫോഴ്സാണ് ഞാൻ നേരത്തെ കാണിച്ച തെർമോകോളിൻ്റെ അടിയിൽ വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഈ തെർമോകോളിൻ്റെ മേലെ മാത്രമല്ല, നമ്മളെ ചെവിയിലും തലയിലും കണ്ണിലൊക്കെ ആ ഫോഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഗെറ്റ് ക്രഷ്ഡ് ആവുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചുളുങ്ങി പോകുന്നൊന്നുമില്ലല്ലോ. അതിന് കാരണം എന്താ, അത് ബാലൻസ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മുടെ ഇൻസൈഡിൽ നിന്ന് സെയിം പ്രഷർ പുറത്തോട്ടും ഇതേ അളവിലുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഫീൽ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു പ്രഷറാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കും. ഇനിയും ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് ഇതുപോലെ ചെയ്തു നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വേറൊരു ഡെമോൺസ്ട്രേഷൻ ചെയ്തു നോക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പ്ലേറ്റ്, അതിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ ഇവിടെ ഒരു മെഴുകുതിരി ഉണ്ട്. മെഴുകുതിരി ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, നേരത്തെ നമ്മളെ ഗ്ലാസ് തന്നെ, ഗ്ലാസ് പോലും ഞാൻ മാറ്റിയിട്ടില്ല. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുകയാണ്, ജസ്റ്റ് വെറുതെ ഞാൻ ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇപ്പോൾ മെഴുകുതിരി ഇങ്ങനെ കത്തുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ആ മെഴുകുതിരി കത്തിക്കഴിഞ്ഞ ഉടനെ ഇവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് വെള്ളം എന്ത് ചെയ്തു, ഈ പാത്രത്തിൽ നിന്ന് ഈ ഗ്ലാസ് അങ്ങ് സക്ക് ഔട്ട് ചെയ്തെടുത്തു, കംപ്ലീറ്റ് എടുത്തു. ഇതിൻ്റെ കാരണം എന്താ, ഇതിൻ്റെ റീസൺ അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെ. കാരണം എന്താ, നമ്മൾ നേരത്തെ ആദ്യം മെഴുകുതിരി കത്തിച്ചപ്പോൾ നിങ്ങൾക്കറിയാം, കമ്പഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ കൺസ്യൂമിങ് റിയാക്ഷനാണ്. നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മെഴുകുതിരി കത്തുമ്പോൾ ഈ ഗ്ലാസിൻ്റെ ഉള്ളിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഇങ്ങനെ കൺസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് ഗ്ലാസിൻ്റെ ഉള്ളിൽ എന്ത് കുറഞ്ഞേ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞു. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചോ, ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇൻസൈഡിൽ പ്രഷർ കുറവാണ്, പുറത്ത് പ്രഷർ കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 10⁵ പാസ്കൽ കംസ് ഇൻ ടു പ്ലേ. ഓക്കെ, അപ്പോൾ അയാൾ പിടിച്ചിട്ട് ഒറ്റ ഫോഴ്സ് കൊടുക്കലാം. ആ കൊടുത്ത ഫോഴ്സിൽ എന്ത് ചെയ്യും, നേരത്തെ ഉണ്ടായിരുന്ന വെള്ളം മൊത്തം ഗ്ലാസിൻ്റെ ഉള്ളിലോട്ട് കയറുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറഞ്ഞിട്ട് ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻ്റ് വേണമെങ്കിലും വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സയൻസ് പഠിക്കുമ്പോൾ സിമ്പിളായിട്ട് വെറുതെ എക്സ്പെരിമെൻറ്റിലൊക്കെ വായിച്ചു പോവാതെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതുപോലെ വേറെയും നിങ്ങളുടേതായിട്ടുള്ള എക്സ്പ്ലോറേഷൻസ് നടക്കുക. ഇൻ്റർനെറ്റിലൊക്കെ ഒരുപാട് സിമുലേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മളത് യൂട്യൂബിൽ ചെയ്യാവുന്നതാണ്, ചെയ്തു വെച്ചിട്ടുണ്ട് പല നമ്മളെ യൂട്യൂബ് ചാനൽസിലൊക്കെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലത്തെ കണ്ടൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ചാനൽസ് ഫോളോ ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യും, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വേറൊരു ഇൻഫർമേഷൻ നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളത്, നമ്മളെ ഫൗണ്ടേഷൻ ബാച്ചിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. June 30th ആണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അഡ്മിഷൻ നടത്തൂല, ഇതാണ് ഈ വർഷത്തെ ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾക്ക്
ഇതുപോലെ എക്സ്പെരിമെൻറ്റും സിമുലേഷൻസ് ഒക്കെ കണ്ടും പരിചയിച്ചൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൗണ്ടേഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി ഇതൊക്കെ ചെറിയ എക്സ്പെരിമെൻറ്റ്സ് അല്ലേ, ഇതുപോലെ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു സയൻറ്റിസ്റ്റ് ആവണം, ഓക്കെ, ഒരുപാട് അടിപൊളി എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസറെ, IIT, NIT ഒക്കെ പോലുള്ള അടിപൊളി സ്ഥാപനങ്ങൾ എത്തേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ എൻട്രൻസ് എക്സാംസ് ഉണ്ട്, ഓക്കെ. അപ്പോൾ ആ എൻട്രൻസ് എക്സാമിന് നിങ്ങളെ എപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കരിക്കുലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനങ്ങളിലൊക്കെ IIT, NIT, ഐസറിലൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്, ഓക്കെ. അപ്പോൾ അവർക്ക് നിങ്ങളെ കുറച്ചും കൂടി നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് June 30th ആണ്. കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓക്കെ. നമ്മളെ കോഴ്സിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓക്കെ. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ June 30th മുന്നേ കോൺടാക്ട് ചെയ്യാം. കീപ് വാച്ചിങ്, ഷെയർ ദ കണ്ടൻസ്. ഓൾ ദി ബെസ്റ്റ്.